ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനുപ്രിയ. ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 15 ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം കാറ്റഗറി നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. 063/2024 ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറി നമ്പറാണ്. 064/2024 സൊസൈറ്റി കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറി നമ്പറാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ട രീതി PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിക്കുന്ന നമുക്കൊരു ധാരണക്കുറവുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം BCom അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു PG ചെയ്തിട്ടുള്ള ആർട്സ് സബ്ജക്റ്റിൽ PG ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിന് കൂടെ കോർപ്പറേഷൻ എന്ന് പറയുന്ന പേപ്പറും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി മറ്റേതെങ്കിലും ആർട്സ് ഡിഗ്രി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ HDC അല്ലെങ്കിൽ JDC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുമല്ല എങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇത്രയും യോഗ്യതകളാണ് PSC ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക, കാറ്റഗറി നമ്പർ കറക്റ്റ് ആയിട്ട് നോക്കുക, വിദ്യാഭ്യാസ യോഗ്യത നോക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നത് മെയ് 15 അപ്ലൈ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. അതിന് മുൻപേ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം KRFEDന്റെ എക്സാം കഴിഞ്ഞല്ലേ? അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒക്കെ KRFEDന്റെ എക്സാം ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ടഫായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം PSC നടത്തുന്ന പരീക്ഷയാണ് കേരള ബാങ്കിന്റെ എക്സാമോ അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്നത് PSC നടത്തുന്ന പരീക്ഷയാണ്. പഠിക്കുമ്പോൾ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും കേരള ബാങ്കിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സഹായവും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന കേരള ബാങ്ക് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കേരള ബാങ്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും അതോടൊപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ കേരള ബാങ്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്